അതിവേഗ റെയിൽപാത വരുന്നതോടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്താൻ വേണ്ടിവരുന്ന സമയം 3.25 മണിക്കൂറെന്ന് മെട്രോമാൻ. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വേണ്ടിവരുന്ന സമയം 1 മണിക്കൂറും 20 മിനിറ്റുമാണ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ എത്താനെടുക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. കേരളത്തിന്റെ യാത്രാസങ്കല്പങ്ങൾ മുഴുവനായി മാറ്റിമറിക്കുകയാണ് അതിവേഗ റെയിൽപാത. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 22 സ്റ്റേഷനുകളാണുള്ളത്. പദ്ധതിയുടെ 70% ഉയരപ്പാതയും 20% തുരങ്കങ്ങളിലൂടെയും കടന്നു പോകുന്നതിനാൽ സ്ഥലമേറ്റെടുപ്പ് നാമമാത്രമായിരിക്കുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു. വരാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ പദ്ധതി സംബന്ധിച്ച നിർണായക പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം സെൻട്രൽ എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, വൈക്കം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, മലപ്പുറം, കരിപ്പൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ എന്നിവിടങ്ങളിലാകും സ്റ്റേഷനുകൾ. റെയിൽവേ സാന്നിധ്യമില്ലാത്ത മലപ്പുറം, കൊട്ടാരക്കര തുടങ്ങിയ നഗരങ്ങളെയും പ്രധാന വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചാകും പാത കടന്നുപോകുക. ഇതോടെ തിരുവനന്തപുരത്ത് നിന്ന് വെറും 3.25 മണിക്കൂർ കൊണ്ട് കണ്ണൂരിലെത്താം. 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ ഓരോ 5 മിനിറ്റിനും ലഭ്യമാകും. ഏകദേശം 86,000 കോടി രൂപ മുതൽ 1 ലക്ഷം കോടി രൂപ വരെയാണ് പദ്ധതിയുടെ പ്രതീക്ഷിക്കുന്ന ചിലവ്. അതിനിടെ 20 മുതൽ 25 കിലോമീറ്റർ പരിധിയിൽ സ്റ്റേഷനുകൾ വരും. കേരളയിൽ ഇത് 40 മുതൽ 80 കിലോമീറ്റർ ആയിരുന്നു. ബിസിനസ്, ഫസ്റ്റ് ക്ലാസ്, ജനറൽ കോച്ചുകൾ ട്രെയിനിലുണ്ടാകും. 4 വർഷത്തിനകം പദ്ധതി തീർക്കാനാകും. തുടക്കത്തിൽ കണ്ണൂർ വരെയാണെങ്കിലും ഭാവിയിൽ കാസർഗോഡ്, മംഗളൂരു, മുംബൈ വരെ പാത നീട്ടാനാകും. കാസർഗോഡ് നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണം കുറവായതിനാലാണ് നിലവിൽ കണ്ണൂർ വരെയാക്കിയത്. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാകും. കുറഞ്ഞ തോതിലെ ഭൂമി ഏറ്റെടുക്കേണ്ടതേ ഉള്ളൂ. അതിനാൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള എതിർപ്പ് കുറയും. കൊങ്കൺ റെയിൽവേ മാതൃകയിൽ പാതയ്ക്ക് ധനസഹായം ലഭിക്കും. റെയിൽവേയുടെ 51% വിഹിതവും സംസ്ഥാനത്തിന്റെ 49% വിഹിതവും ഉൾപ്പെടുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഭൂമിയുടെ ചെലവ് സബോർഡിനേറ്റ് കടം വഴിയായിരിക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു. മലപ്പുറം, കൊട്ടാരക്കര പോലെ റെയിൽ ഇല്ലാത്തിടത്തും എത്താമെന്നും ഈ ശ്രീധരൻ പറഞ്ഞു. അതേസമയം യാത്രാ ചെലവ് കുറയും, അപകടങ്ങൾ കുറയും, പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളിലുള്ളത്. നിലവിലുള്ള റെയിൽവേ പാതയുമായി ഈ പുതിയ പാതയ്ക്ക് ബന്ധമുണ്ടാകില്ല. പിണറായി വിജയൻ സർക്കാർ മുന്നോട്ടുവച്ച സിൽവർ ലൈൻ പദ്ധതിക്ക് ബദൽ തേടിയപ്പോഴാണ് മെട്രോമാൻ അതിവേഗ റെയിൽപാത എന്ന ആശയം മുന്നോട്ടുവച്ചത്. തുടർന്ന് കേന്ദ്രവുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയങ്ങൾ നടക്കുകയും ചെയ്തു. ജനുവരി 16 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇ ശ്രീധരൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭ്യമായത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഭൂമി ഏറ്റെടുക്കൽ വിഷയങ്ങളും മുൻനിർത്തിയുള്ള പ്രക്ഷോഭങ്ങളാണ് സിൽവർ ലൈൻ പദ്ധതിയെ അനിശ്ചിതത്വത്തിലാക്കിയത്. എന്നാൽ അതിവേഗ റെയിൽപാതയ്ക്ക് താരതമ്യേന കുറഞ്ഞ പാരിസ്ഥിതിക പ്രശ്നങ്ങളും സ്ഥലമേറ്റെടുപ്പുമേ ഉണ്ടാകൂവെന്ന് മെട്രോമാൻ പറയുന്നു. സിൽവർ ലൈനിനായി ഏറ്റെടുക്കേണ്ടതിന് 1/3 സ്ഥലമേ ഇതിനാവശ്യമുള്ളൂ. അതിനാൽ തന്നെയും ചിലവും സിൽവർ ലൈൻ പദ്ധതിയേക്കാൾ ഏറെ കുറവായിരിക്കും. ഉയരപ്പാതയ്ക്ക് താഴെയുള്ള ഭൂമി ഉടമകൾക്ക് തിരികെ നൽകുന്ന തരത്തിലുമാണ് ഭൂവിനിയോഗം. 4 ആവശ്യങ്ങളുമായാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ സമീപിച്ചത് എന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. അതിവേഗ റെയിൽപാത, നിലമ്പൂർ നഞ്ചൻകോട് പാത, ചെങ്ങന്നൂർ പമ്പ അതിവേഗ പാത, നിലവിലെ പാതയിലെ വേഗം വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റം നടപ്പാക്കൽ എന്നിവയാണ് ആവശ്യപ്പെട്ടത്. ഇവ പരിഗണിക്കാമെന്ന ഉറപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. നിലമ്പൂർ നഞ്ചൻകോട് പാതയ്ക്ക് പുതിയ DPR തയ്യാറാക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ അതിവേഗ റെയിലിന്റെ DPR തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തിയെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.